ലൈംഗിക പ്രവർത്തനത്തിനിടയിൽ അനുഭവപ്പെടുന്ന ശാരീരികവും വൈകാരികവുമായ സംവേദനമാണ് രതിമൂർച്ച അഥവാ ഓർഗാസം എന്ന് പറയുന്നത്. ഇതിനെ പലപ്പോഴും ലൈംഗിക സുഖത്തിൻ്റെ ക്ലൈമാക്സ് ആയിട്ടാണ് വിശേഷിക്കപ്പെടുന്നത്. ജനനേന്ദ്രിയ ഉത്തേജനം, ഓറൽ സെക്സ് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ശാരീരിക സ്പർശനം എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള ലൈംഗിക ഉത്തേജനത്തിലൂടെ രതിമൂർച്ച കൈവരിക്കാനാകും. സ്ത്രീകളിൽ 8 തരം ഓർഗാസം കാണപ്പെടാറുണ്ടെന്നാണ് സെക്സ് തെറാപ്പിസ്റ്റുകൾ പറയുന്നത്. സ്ത്രീകളിൽ വളരെ സാവധാനത്തിൽ സംഭവിക്കുന്ന ഒന്നാണ് ഓർഗാസം എന്നത്. ഓർഗാസത്തിൽ സ്ത്രീകളിൽ ശാരീരികവും വൈകാരികവുമായ നിരവധി മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. 40 വയസ്സ് കഴിയുമ്പോഴാണ് ലൈംഗിക ജീവിതം ഏറ്റവും ആസ്വാദ്യകരമാകുന്നത്. ശരീരത്തിലെ സമ്മർദ്ദവും പിരിമുറുക്കവും കുറയ്ക്കാനും മാനസികമായും ശാരീരികമായും റിലാക്സേഷൻ നൽകാനും ഓർഗാസത്തിന് സാധിക്കുന്നു. രതിമൂർച്ചയുടെ സമയത്ത് പുറത്തുവിടുന്ന എൻഡോർഫിനുകൾ മനസ്സിൽ സന്തോഷവും ഉല്ലാസവും തോന്നിപ്പിക്കും. ഈ വികാരങ്ങൾ വ്യക്തികളെ കൂടുതൽ പോസിറ്റീവായ മാനസികാവസ്ഥയിലേക്ക് നയിക്കും. ചില സ്ത്രീകളിൽ ആർത്തവ വേദന, പെൽവിക് വേദന എന്നിവയൊക്കെ കുറയ്ക്കാനും രതിമൂർച്ച സഹായിക്കാറുണ്ട്. ഓർഗാസത്തോടെ മനസ്സും ശരീരവും റിലാക്സ് ആവുന്നു. ഇതുവഴി നല്ല ഉറക്കവും വിശ്രമവും ലഭിക്കും. ഉറക്കത്തെ മെച്ചപ്പെടുത്താനുള്ള കഴിവും രതിമൂർച്ചയ്ക്കുണ്ട്. പതിവായി ഓർഗാസം ഉണ്ടാവുന്നത് ലൈംഗിക ബന്ധത്തെ മെച്ചപ്പെടുത്തും. ലൈംഗിക അഭിലാഷം വർദ്ധിപ്പിക്കാനും കൂടുതൽ എളുപ്പത്തിൽ രതിമൂർച്ച കൈവരിക്കാനുമൊക്കെ ഇത് സഹായിക്കും. രതിമൂർച്ചയുമായി ബന്ധപ്പെട്ട് നിരവധി പഠനങ്ങൾ പലയിടങ്ങളിലായി നടന്നിട്ടുണ്ട്. ലൈംഗിക പ്രവർത്തനത്തിനിടയിൽ പതിവായി രതിമൂർച്ച സംഭവിക്കുന്ന സ്ത്രീകൾക്ക് മെച്ചപ്പെട്ട ലൈംഗികത, മാനസികാരോഗ്യം, ബന്ധങ്ങളിൽ സംതൃപ്തമായ അവസ്ഥ എന്നിവയ്ക്കുള്ള സാധ്യത കൂടുതലാണെന്ന് ദി ജേണൽ ഓഫ് സെക്സ് റിസർച്ചിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ പറയുന്നു. ഏതാനും നിമിഷത്തെ സന്തോഷം മാത്രമല്ല സെക്സ്, ഗുണങ്ങൾ അതിനു മേലെയാണ്. രക്തത്തിൽ ഓക്സിറ്റോസിൻ ഉയർന്ന അളവിലുള്ള സ്ത്രീകൾക്ക് ലൈംഗിക പ്രവർത്തനങ്ങളിൽ രതിമൂർച്ച അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഹോർമോൺ ആൻഡ് ബിഹേവിയർ ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനം പറയുന്നു. യോഗ പോലുള്ള വ്യായാമ മുറകൾ ലൈംഗിക പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും രതിമൂർച്ച അനുഭവിക്കുന്നതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. സുഷുമ്നാ നാഡിക്ക് ക്ഷതമേറ്റ സ്ത്രീകൾക്ക് ക്ലിറ്റോറിസിന്റെയും യോനിയുടെയും വൈദ്യുത ഉത്തേജനം വഴി ആ ഭാഗങ്ങളിൽ ശാരീരിക സംവേദനം ഇല്ലെങ്കിൽ പോലും രതിമൂർച്ചയിലേക്ക് എത്തിച്ചേരാനാവുമെന്ന് ദി ജേണൽ ഓഫ് സെക്ഷൽ മെഡിസിനിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ പഠനങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് രതിമൂർച്ചയ്ക്ക് ശാരീരികവും വൈകാരികവുമായ നിരവധി ഗുണങ്ങൾ ഉണ്ടെന്നാണ്. പല രീതിയിൽ സ്ത്രീകൾക്ക് രതിമൂർച്ച സാധ്യമാണെന്നാണ് സെക്സ് തെറാപ്പിസ്റ്റുകൾ പറയുന്നത്. ക്ലിറ്റോറൽ ഓർഗാസമാണ് അതിൽ പ്രധാനം. യോനിയുടെ മുകൾ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വളരെ സെൻസിറ്റീവായ ക്ലിറ്റോറിസിന്റെ ഉത്തേജനത്തിലൂടെയാണ് ഇത്തരത്തിലുള്ള രതിമൂർച്ച കൈവരിക്കുന്നത്. രതിമൂർച്ച കൈവരിക്കുന്നതിനുള്ള ഏറ്റവും സാധ്യതയുള്ള മാർഗം ക്ലിറ്റോറൽ ഉത്തേജനമാണെന്ന് പല സ്ത്രീകളും വെളിപ്പെടുത്തുന്നു. യോനിയിലെ രതിമൂർച്ചയാണ് മറ്റൊന്ന്. യോനിയിലെയും ജി സ്പോട്ടിന്റെയും ഉത്തേജനത്തിലൂടെയാണ് ഇത്തരത്തിലുള്ള രതിമൂർച്ച കൈവരിക്കുന്നത്. ക്ലിറ്റോറൽ, യോനിയിലെ ഉത്തേജനം എന്നിവയുടെ സംയോജനത്തിലൂടെ കൈവരുന്ന രതിമൂർച്ചയാണ് മൂന്നാമത്തേത്. മാത്രമല്ല ഇത് 2 തരത്തിലുള്ള ഉത്തേജനങ്ങളെക്കാളും കൂടുതൽ തീവ്രവും ദീർഘകാലം നിലനിൽക്കുന്നതുമായ രതിമൂർച്ച സമ്മാനിക്കും. സ്തനങ്ങളുടെയും മുലക്കണ്ണുകളുടെയും ഉത്തേജനം വഴിയും ചില സ്ത്രീകളിൽ രതിമൂർച്ച സാധ്യമാണ്. എല്ലാ സ്ത്രീകൾക്കും രതിമൂർച്ച കൈവരിക്കാൻ കഴിയണമെന്നില്ല എന്ന കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സമ്മർദ്ദം, ഉത്കണ്ഠ, ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, മെഡിക്കൽ അവസ്ഥകൾ അല്ലെങ്കിൽ മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ എന്നിവയൊക്കെ രതിമൂർച്ച കൈവരിക്കുന്നതിന് മുന്നിൽ തടസ്സമായി മാറാം. രതിമൂർച്ച കൈവരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിലോ ലൈംഗിക ആരോഗ്യ കാര്യത്തിൽ ആശങ്കകൾ ഉണ്ടെങ്കിലോ ആരോഗ്യ വിദഗ്ധരോടോ സെക്സ് തെറാപ്പിസ്റ്റിനോടോ മാർഗനിർദ്ദേശം നേടുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.